ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കായ്ക്കറിന്റെ റെസിപ്പിയാണ്. ഇത് ബറാത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാ. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു ബൗളില് പച്ചരിയും ഒരു ബൗളില് കടലപ്പരിപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു 1/4 കപ്പിനേക്കാളും കുറവായിട്ട് പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് കടലപ്പരിപ്പ് കൊടുത്തിന്. അപ്പൊ ഇത് രണ്ടും നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് പുതർത്തി വെക്കണം. ഞാനിപ്പോ രണ്ടിലും അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പുതർത്തി വെക്കുന്നുണ്ട്. ഞാനിപ്പോ 2 മണിക്കൂർ അങ്ങനെ പുതർത്തി വെച്ചിന്. അപ്പൊ ഇതാ 2 മണിക്കൂറിന് ശേഷം നമ്മളെ കടലപ്പരിപ്പും നല്ലോണം പുതർന്നു വന്നിന്, അതേപോലെ തന്നെ പച്ചരി നല്ലോണം പുതർന്നു വന്നിന്. ഇനിയിപ്പോ നമുക്ക് കടലപ്പരിപ്പ് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ട് ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. ഇത് ഞാനിപ്പോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലായിട്ട് അടുപ്പിക്കുന്നത്. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. ഒരു വിസിൽ അടിച്ച ശേഷം പ്രഷർ വേഗം പോക്കിയിട്ട് ഇത് കുക്കറിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ആ ചൂടി കിടന്നിട്ട് പിന്നെ അതങ്ങ് വെന്ത് പോകും. അപ്പൊ ഒരു വിസിൽ മതിയാവും. നമ്മൾ പുതർത്തിയെല്ലാം വെച്ചതാണല്ലോ. പിന്നെ ഇതാ അടുത്തതായിട്ട് നമ്മൾ പുതർത്തി വെച്ച ആ ഒരു പച്ചരി നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ട് മിക്സിന്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിന്. ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുക, കാരണം കുറച്ചല്ലേ ക്വാണ്ടിറ്റി എടുക്കും. അപ്പൊ ചെറിയ ജാറിൽ അരച്ചിട്ടെടുക്കുക. വലുതിനാകുമ്പോൾ അരഞ്ഞു കിട്ടൂല. ഇനി ഇതിലേക്ക് ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനിതാ ഒരു ബൗളില് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തിരിപ്പൊടിയാണ്, ഒറോട്ടിന്റെ എല്ലാം പൊടി. അരക്കപ്പാട്ട എടുത്തത്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം. പിടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നോക്കി നോക്കി ഒഴിക്കുക. ഫസ്റ്റ് തന്നെ അങ്ങനെ കുറേ ഒഴിക്കണ്ട. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടെടുക്കാം. നല്ല ലൂസായി പോകാൻ പാടില്ല. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റൂല. പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഫൈനൽ പായസാക്കി കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടെടുക്കാം. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ കുഴച്ചിട്ടെടുക്കാം. അപ്പൊ ഇതാ ഞാൻ കുഴച്ചെടുത്തിന്. ഇനി നമുക്കിത് ഉരുട്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പാത്രം ഒന്ന് ഇത് ഉരുട്ടിയെടുത്തിട്ട് വെക്കാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിനെ. പിന്നെ നമ്മളെ കയ്യിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച് അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് കൈയിന്റെ സെന്ററിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇതങ്ങനെ ഒന്ന് ഈ ഒരു ഷേപ്പിലാട്ടാണ് ഞാൻ പിടി ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ സാധാരണ പിടി ഉരുട്ടിയെടുക്കലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഞാൻ സാധാരണ ഇങ്ങനെ ഏട്ടാ ചെയ്യല്, അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഞാൻ ഉരുട്ടിയെടുത്തിന്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവിച്ചമ്പ് വെച്ചിട്ടുണ്ട്. ആവിച്ചമ്പിൽ കുറച്ച് വെള്ളം വെച്ചിന് ഞാൻ. അപ്പൊ അതിലേക്ക് ആവിന്റെ ആ ഒരു തട്ട് ഇറക്കി വെച്ചു കൊടുത്തിന്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഒരു പിടിയെല്ലാം വെച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അത് അവിടുന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയത്തേക്ക് ഒരു നേന്ത്രപ്പഴം എടുത്തിന്. നേന്ത്രപ്പഴം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പൊ ഇത്രയാണ് നമ്മൾ റെഡിയാക്കി വെച്ച സാധനങ്ങളെല്ലാം ഞാനിതാ ഒന്നിച്ചൊന്ന് കാണിക്കാം. ഫസ്റ്റ് ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പച്ചരി അരച്ചതാട്ടോ അത്. പിന്നെ കടലപ്പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചത്. പിന്നെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ പിടി വേവിച്ചിട്ട് എടുത്തു വെച്ചതാട്ടോ ഇത്. പിന്നെ 1-ാം പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാല് 2-ാം പാല് 2 കപ്പ് എടുത്തിന്. അപ്പൊ ഇതെല്ലാം ആദ്യം ഒന്ന് സെറ്റാക്കി വെച്ചിന്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് തന്നെ ആ പച്ചരി അരച്ചെടുത്ത ആ ഒരു അരവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാല് 2 കപ്പാട്ടാണ് ഞാനിപ്പോ എടുത്തത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.
അപ്പൊ ഇതാ ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് ഇളക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് നല്ലോണം തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ, തിള വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഴം നമ്മൾ എക്സ്ട്രാ വേവിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇതിൽ കിടന്നിട്ട് തന്നെ അതങ്ങ് വെന്ത് വന്നോളൂ. പിന്നെ പഴം എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പഴുപ്പുള്ള പഴം അങ്ങനെ എടുക്കാം. ഇത് കുറച്ച് പഴുപ്പ് കുറവാട്ടാ. നല്ലങ്ങനെ പഴുത്തെടുക്കരുത്, പിന്നെ പായസത്തിൽ കിടന്നിട്ട് അതങ്ങ് അടിഞ്ഞു പോകും. എന്നാലും ചെറിയൊരു പഴുപ്പുള്ള പഴം അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ എടുത്തത് കുറച്ചൊന്ന് പഴുപ്പ് കുറവാട്ടാ. എനിക്കതാ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതാ ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ആ ഒരു പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ മധുരം ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മധുരം പോരാത്ത പോലെ തോന്നിയിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിന്. ഞാനിപ്പോൾ ടോട്ടലി 1/2 കപ്പ് പഞ്ചസാര ചേർത്തിന് കേട്ടോ. ഈ പഴം ചേർത്തിട്ട് കുറച്ചൊന്ന് ഇതൊന്ന് കട്ടിയായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ആ ഒരു കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് പച്ചരിയും 2ാം പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് ഒന്ന് ആയി വന്ന ശേഷം കേട്ടോ, അതായത് ഒന്ന് തിള വന്ന ശേഷമാണ് നമ്മൾ പഴം ചേർത്ത് കൊടുത്തത്. പഴം ചേർത്തിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ആ ഒരു പിടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായന്റെ പൊടി ഇല്ലെങ്കിൽ ഏലക്കായ് കുത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂണ് ഏലക്കായന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായന്റെ പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങൾ 1 ടീസ്പൂൺ ചേർത്തിട്ട് പിന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഫ്ലേവർ ഒന്ന് എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് പിന്നെയും ചേർത്താൽ മതി. ഞാനിപ്പോൾ ടോട്ടൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആയിക്കോട്ടെ. പിന്നെ ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഇപ്പോൾ 1 കപ്പാട്ടാണ് എടുത്തത്. 1ാം പാലും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കായ്ക്കറിന്റെ വീഡിയോ കുറച്ച് മുമ്പേ ചെയ്തിന്. അപ്പോൾ അതൊരു വലിയൊരു ക്വാണ്ടിറ്റിയിലാട്ടാ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എങ്ങനെ ചെയ്യാന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടി കാട്ടാനാണ് ചെയ്തെടുക്കുന്നത്. ഇതിനി വെക്കുന്നോറും കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വന്നോളൂ. അപ്പൊ നമ്മളെ കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.